ഇപ്പൊ മാതൃദിനത്തിന്റെ അന്ന് നമ്മൾ അമ്മ നല്ലതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ ഇടും. അതേ സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ട് കൂടി ഉണ്ട്. ലൈക്ക് നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ഇടുക എന്നുള്ളതും ഇറ്റ്സ് ഓക്കെ, അതും റൈറ്റ് ആണ്. കാരണം അവരുടെ ഒപ്പീനിയൻ എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ ഇതേപോലെ കുറെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആളുകൾ തന്നിട്ടുണ്ട്. ഞങ്ങൾ കുറെ കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഈ സെക്ഷൽ അബ്യൂസിന്റെ കാര്യമാണെങ്കിലും ഒരു കുട്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അവളുടെ അച്ഛനൊക്കെ പുറത്താണ്, അമ്മയും അവർ 2 പെൺകുട്ടികളാണ് വീട്ടിലുള്ളത്. അപ്പൊ ഇവരിങ്ങനെ കടയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ കടക്കാരൻ വളരെ മോശമായിട്ട് അവരുടെ അടുത്ത് പെരുമാറി. വീട്ടിൽ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞത് അത് നീ കണ്ടില്ല എന്ന് നടിച്ചേക്കൂ, നമുക്ക് സ്ഥിരമായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ സ്റ്റോറീസ് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാനൊരു ബുക്കിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇങ്ങനത്തെ എല്ലാ എലമെന്റ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സെൽഫ് ലവ്ഡ് ഒരു തീം പറയണം എന്നുള്ളതിലാണ്. പിന്നെ ഞാൻ വന്നപ്പോ ഓക്കെ, അതിഥി എന്നുള്ള ഒരു കുട്ടി ജീവിക്കുന്ന കഥയാവുമ്പോൾ ഞാനിപ്പോ അനുഭവിക്കുന്ന കാര്യങ്ങൾ